ഒരു പള്ളിയോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഒരു ഗ്രൗണ്ടാണ്. സ്വാഭാവികമായിട്ട് അവിടെ കുട്ടികൾ കളിക്കുന്നു, പിന്നെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്, ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഈ കളി സ്റ്റോപ്പ് ചെയ്യുന്നില്ല. സാധാരണ അല്ലേ, മഗ്‌രിബൊക്കെ വിളിക്കുന്ന സമയത്ത് നമ്മൾ കളി നിർത്താറില്ലേ? ബോയ്സ് കളി നിർത്തി പള്ളിയിൽ പോകുക അല്ലെങ്കിൽ നമസ്കരിക്കാനേ പോകും. പക്ഷേ ഈ പറയുന്ന കൂട്ടുകാർ കളി നിർത്തുന്നുമില്ല, കളി തുടർന്നുകൊണ്ടിരിക്കുക. പലപ്പോഴും ബോൾ അടിച്ചിട്ട് പള്ളിയുടെ ഗ്ലാസ്സൊക്കെ പൊട്ടിയിട്ട് സെക്രട്ടറി പ്രസിഡൻ്റൊക്കെ പറയും, നിങ്ങൾ സംഗതി ഒക്കെ ശരിയാണ്, ഇനി ഗ്ലാസ് പൊട്ടിയാലും വേണ്ടില്ല, പള്ളിക്ക് ബുദ്ധിമുട്ടായാലും വേണ്ടില്ല. ഇടയ്ക്കിടയ്ക്ക് സെക്രട്ടറി വന്നിട്ട് പറയും, നിങ്ങൾ ബാങ്ക് വിളിച്ചാൽ പള്ളിയിലേക്ക് വരണം, ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ഉണ്ടാക്കരുത്. ഇനി ബാങ്ക് വിളിക്കുന്ന നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങളെ ഈ ബഹളങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്തൊക്കെ ഇവർ കളിയാക്കുകയാണ് അല്ലേ, വാട്ട് ഈസ് ഓൾഡ് മാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കും, കളിയാക്കും ഈ സെക്രട്ടറി വന്ന് പറയുന്ന സമയത്തൊക്കെ. ഏതായിരുന്നാലും വളരെ യാദൃശ്ചികമായി ഈ കൂട്ടത്തിൽ ഈ ഗ്യാങ് എന്ന് പറയുന്നത് ആ നാട്ടിൽ തന്നെ നല്ല അഭിപ്രായമാണ്. ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലായിണ്ടാവും അല്ലേ? നാട്ടിൽ മുഴുവനും ഭയങ്കര നല്ല അഭിപ്രായമാണ്. നമ്മളെ ഭാഷ പറഞ്ഞ ഒരു ക്രേസി ബോയ്സ്, വട്ടന്മാർ, ഓക്കെ, ഒരു ക്രേസി ബോയ്സ്. അങ്ങനെ ഒരു ദിവസം ഇവർ വണ്ടി കിട്ടിയാലിട്ടുള്ള ഹെയറില പോവുക, അജ്ജാതി ഒരു പട്ടി ഷോ എന്നൊക്കെ പറയുന്ന പോലെ അജ്ജാതി പോക്ക പോവുക. അങ്ങനെ ഒരു ദിവസം ഇതേപോലെ ഇവർ കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ ഡ്രൈവ് ചെയ്യുന്നവൻ പറഞ്ഞു, നല്ല റോഡാണ്, ഒന്ന് സ്പീഡിൽ ഓടിച്ചാലോന്ന്. അങ്ങനെ വണ്ടി വേഗം സ്പീഡിൽ ഇങ്ങനെ ഓടിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു നായ കുറുകെ ചാടിയപ്പോൾ ഓടിക്കുന്ന ആളും വണ്ടി ബ്രേക്ക് ചെയ്തു. പക്ഷെ ബ്രേക്ക് ചെയ്ത സമയത്ത് സഡൻ ബ്രേക്കിൽ അപ്പുറത്തുള്ള ഡിവൈഡറിൽ തട്ടിയിട്ട് വണ്ടി തെറിച്ച് വീണു. അതിൽ ഗുരുതരമായ പരിക്കാണ് പലർക്കും ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ആ കൂട്ടത്തിൽ ഒരു കൂട്ടുകാരൻ മരണപ്പെട്ടു. അങ്ങനെ ഈ പറയണ 2 പേർക്ക് ബോധം ഉണ്ടായിരുന്നില്ല, ഒരുത്തിന് മാത്രം അത്യാവശ്യം ബോധം ഉണ്ടായിരുന്നത്. ഏതായിരുന്നാലും ആ വീട്ടിൽ ഈ മയ്യത്ത് ഇങ്ങനെ കിടത്തിയ സമയത്ത് അവിടെ ഉമ്മ കരയുന്നുണ്ട്, കുടുംബക്കാരൊക്കെ നിലവിളിക്കുന്നുണ്ട്. പലരും വന്ന് സന്ദർശിച്ച് മയ്യത്ത് കണ്ടിട്ട് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോണ സമയത്തൊക്കെ ആളുകൾ പറയുന്ന ഒരു അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഊഹിച്ചെടുക്കാം. എന്തിനാ മക്കൾ ഇങ്ങനെ കാണിച്ചത്? കാരണം CCTVയിലൊക്കെ കറക്റ്റ് കണ്ടു ഇവർ അതിവേഗതയിൽ വാഹനം ഓടിക്കുന്നത്. അപ്പോൾ അതുവരെ നാട്ടിലെ ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള അഭിപ്രായങ്ങൾ നേരെ തിരിച്ചായി. സംഗതി ഇവരെക്കുറിച്ച് നല്ല അഭിപ്രായമല്ല മുമ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവർ വേദനിച്ചുകൊണ്ട് ഈ കൂട്ടുകാരൊക്കെ കരഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ബോധമുള്ള ഒരുത്തനും വരുന്നു. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ വീട് സന്ദർശിക്കാൻ വേണ്ടി വന്ന ഈ കൂട്ടുകാർ ആ ഭാഗത്ത് ഇങ്ങനെ കുത്തിരിക്കുന്ന സമയത്ത് ആ പള്ളിയുടെ സെക്രട്ടറിയും പ്രസിഡന്റ് കമ്മിറ്റിയിലെ 1-2-3 ആളുകൾ ഈ പറയുന്ന കൂട്ടുകാരുടെ അടുത്തേക്ക് വന്നു. നമ്മൾ സാധാരണ ഈ ശവത്തിൽ കുത്തുന്ന പരിപാടി ഉണ്ടല്ലോ, അതല്ല ഇവർ ചെയ്തത്. ഇവർ വന്നിട്ട് പറഞ്ഞു, സാരില്ല, ഏതായിരുന്നാലും നിൻ്റെ കൂട്ടുകാരന് അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. മോനെ, മക്കളെ, നമ്മളൊക്കെ മരിക്കാനുള്ളതാണ്, നമ്മളൊക്കെ നാളെ പോകാനുള്ളതാണ്. പക്ഷെ അതിന് പോകുന്നതിന് മുമ്പ് നമ്മളൊന്ന് തയ്യാറാകണം. പക്ഷേ എത്ര തവണ നിങ്ങളെ പള്ളിയിലേക്കും നമസ്കരിക്കാനും പ്രവർത്തനത്തിനും വിളിച്ചപ്പോൾ നിങ്ങളാരും വന്നിട്ടില്ലല്ലോ, ഇനിയെങ്കിലും നിങ്ങൾ പള്ളിയുമായിട്ട് ബന്ധപ്പെടണം എന്ന് പറഞ്ഞു. അതിൽ കൂട്ടത്തിൽ ഈ പറയുന്ന കൂട്ടുകാർ ശരീരത്തിലെ പല ഭാഗങ്ങളിലും പരിക്കുകളുണ്ട്, ബാൻഡേജുകളുണ്ട്, ഒക്കെയുണ്ട്. അവർ കൂട്ടത്തിൽ പല ആളുകൾ കരയാണ്, തന്നെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ് പോയിട്ടുള്ളത്. ഏതായിരുന്നാലും 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ യുവാക്കൾ സഹകരിക്കാൻ തുടങ്ങി. മാത്രമല്ല ഏറ്റവും നല്ല ആക്റ്റീവായിട്ടുള്ള പ്രവർത്തകരായിട്ട് ഈ യുവാക്കൾ മാറുകയും ചെയ്തു. നേരത്തെ നമ്മുടെ ഉദ്ഘാടകൻ പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ വരും തലമുറ, അടുത്ത ഒരു തലമുറ, ഒരു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞില്ല, അപ്പോഴേക്കും നാട്ടിലുള്ള എല്ലാവരും പറയാൻ തുടങ്ങി, നല്ല മക്കളാട്ടോ, ആ മക്കളെ കുറിച്ചാണ് നമ്മൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്, അത് മോശമായി പോയി എന്ന് സ്വയം പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവരെത്തിപ്പെട്ടു. ഞാനിത് പറഞ്ഞത് ചില സിറ്റുവേഷനാണ്, ചില സാഹചര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുപ്പിക്കുക. യെസ് ഓർ നോ? ആണോ അല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഓക്കെ അല്ലേ? ശരി, നമ്മുടെ ടോപ്പിക് എന്താണ്? റിയൽ ലൈഫ് ടു റിയൽ ലൈഫ്. നമുക്ക് യഥാർത്ഥ ജീവിതത്തിലേക്കാണ് പോകേണ്ടത്. ശരി, അതിൽ ആ റെഡ് കളറ് അറിയാതെ വന്നിട്ടുള്ള നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട. ഈ ചിത്രം കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യണത്? എന്താ മനസ്സിലായത്? കുറേ അന്തന്മാർ, അങ്ങനെയാണോ? കുറേ അന്തന്മാരെന്നാണോ? പിന്നെന്താ മനസ്സിലായത്? എന്താ മനസ്സിലായത്? വേണ്ട, നിങ്ങളിപ്പോൾ പറയണ്ട, എൻ്റെ ക്ലാസ് കഴിഞ്ഞ് അറ്റ് ലാസ്റ്റ് വൺ നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ സാറ്, ക്ലാസ് കഴിയുമ്പോൾ അവസാന നിമിഷം ഞാൻ മറന്നുപോയി, ഈ ചിത്രം നിങ്ങൾ മറക്കാൻ പാടില്ല. ഓക്കെ, ഞാൻ മറന്നാലും നിങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്തണം. എഗ്രി? ഓക്കെ, ശരി. നെക്സ്റ്റ്. കാണുന്നുണ്ടോ? ഐ തിങ്ക് ഐ വാസ് നോട്ട് ബോൺ ബട്ട് ഡൗൺലോഡഡ്. സംശയമാണ്.
ഞാൻ ജനിച്ചാണോ അല്ല ബാപ്പി ഉമ്മി എന്നെ ഡൗൺലോഡ് ചെയ്താണോ? നമുക്കെന്നെ സംശയമില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ പെറ്റു വീണപ്പോഴേ, കാരണം നമ്മൾ കാണുന്ന ലോകം ഇതാണ്. ഡൗൺലോഡ് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു, അല്ലേ? ഇതാണ് നമ്മൾ കാണുന്ന ലോകം. ശരി, ഓക്കെ. ഇത് പിന്നെ റിയൽ ലൈഫിൽ കാണുന്ന ചില ചിത്രങ്ങളാണ്. അത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താണ്. ഒരു കുട്ടി റിയൽ ലൈഫിൽ വന്നിട്ട് ഒരു പാമ്പിനെ ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ ചുറ്റുന്നു. ആ പാമ്പ് വളരെ ശാന്തമായിട്ട് കഴുത്തിൽ ആദ്യ സമയത്ത് നിൽക്കുന്നു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ആ പാമ്പ് എന്ത് ചെയ്തു? ആ കുട്ടിയെ കൊത്തിക്കളഞ്ഞു. ഗുരുതരമായിട്ടുള്ള പരിക്കോട് കൂടിയിട്ട് ആ കുട്ടി രക്ഷപ്പെട്ടു എന്നാണ് ഞാൻ അതിൻ്റെ സൈറ്റിലൊക്കെ പോയപ്പോൾ കണ്ടത്. ഏതായിരുന്നാലും ആ കുട്ടി രക്ഷപ്പെട്ടു എന്നാണ്. പക്ഷെ വളരെ ഗുരുതരമായ പരിക്കോട് കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ അഡ്വഞ്ചർ, ഒരു സാഹസികത ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു പ്രായം കൂടിയാണ് ഇത്, നമ്മുടെ ഈ പ്രായം. ശരി, നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ലോകത്തിൻ്റെ ഒരു കാഴ്ച. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരുമിച്ച് കിടക്കുന്ന ആൾക്കാർ പരസ്പരം അവർ വേറെ ലോകത്താണ്, അല്ലേ? ചിലപ്പോൾ നമ്മൾ ഈ മകന് ഈ ഫേസ്ബുക്കിൽ കയറിയിട്ട് ഇങ്ങനെ ലൈവ് ഇടും. ഫേസ്ബുക്കിൽ ലൈവിൽ കിടന്ന സമയത്ത് മഞ്ജു കയറി, അല്ലെങ്കിൽ അശോകൻ കയറി, കാദർ വന്നു, ഉമ്മർ വന്നു, ഹായ് ബായ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹലോ ഗായ്സ് കമോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും ഇങ്ങനെ കയറുന്നു, ലൈക്ക് ഇടുന്നു, പല ചിഹ്നങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ബാപ്പ ഇങ്ങനെ കയറി വന്നിട്ട്, എടാ എന്നെ കാണണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കയറി വരണല്ലേ, നിന്നെ കാണണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കയറി വരണല്ലേ എന്ന് ചോദിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഒരു ചെറിയൊരു എക്സാമ്പിൾ മാത്രമാണ്. നെക്സ്റ്റ് വൺ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണ ഉപ്പ, അതേപോലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണ മക്കൾ ഒരേ ടേബിളിലാണെങ്കിലും പരസ്പരം അവർ സംസാരിക്കുന്നില്ല, കാണുന്നില്ല, പങ്കുവെക്കുന്നില്ല. ഓക്കെ, ശരി. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ്. എല്ലാവരും ഒരുമിച്ച് ഒന്ന് ഓതി നോക്കിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തകൂനു കല്ലദീന നസുല്ലാഹ. നിങ്ങൾ അള്ളാഹുവിനെ മറന്നു കളഞ്ഞ ആളുകളെ പോലെ നിങ്ങൾ ആയിത്തീരാൻ പാടില്ല, അല്ലേ? ചിലപ്പോൾ നമ്മളോട് പറയല്ലേ, പടച്ചോനെ മറന്ന് കളിക്കരുത് കേട്ടോ. എന്താണ് പടച്ചോനെ മറന്ന് കളിക്കരുത് എന്ന് പറയും. രണ്ടാമത് എന്താ? അൻസാഹും അൻഫുസഹും. മാത്രമല്ല, നിങ്ങൾ സ്വയം മറക്കാൻ പാടില്ല, സ്വയം മറക്കാൻ പാടില്ല. ചിലപ്പോൾ നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കുന്ന ചില ചോദ്യമുണ്ട്. ഞാനെന്താ ഇങ്ങനെ കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് ഇന്നത്തെ പാളി, ഇന്നത്തത് പാളി എന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കും. ഉമ്മ വന്ന് കഥക് ഇങ്ങനെ തുറക്കുന്ന സമയത്ത് ഇപ്പം വിളിക്കേണ്ട, ഇപ്പം ഭ്രാന്താന്ന് അറിയും. ഇപ്പം വിളിക്കേണ്ട, ഇപ്പോൾ ഭ്രാന്താണെന്ന് പറയും. അൻസാഹു അംഫുസഹും. അവർ സ്വയം തന്നെ അവർ മറന്നു കളയുന്നു. പിന്നെയോ അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് ഉലായിക ഹുമുൽ ഫാസിഖൂൻ, അവർ അവിവേകികളാണ് എന്നാണ് ആര് പറയണത്? വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആരെ മറക്കാൻ പാടില്ല? അള്ളാഹുവിനെ മറക്കരുത്, പിന്നെ സ്വയം മറന്നു കളയാൻ നമ്മൾ പാടില്ല. കുറച്ച് ചോദ്യങ്ങളാണ്. ഓക്കെ, 6 ചോദ്യങ്ങൾ ചോദിക്കും. ഈ 6 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ കണ്ടെത്തണം. റെഡി? യെസ് ഓർ നോ ഓർ എക്സ്പ്ലനേഷൻ എന്തായാലും വേണ്ടിയില്ല. നോക്കല്ലേ, റെഡി അല്ലേ? ഒന്നാമത് ചോദ്യം, ഇപ്പോൾ മരണപ്പെട്ടാൽ സ്വർഗത്തിൽ പോകാനുള്ള പുണ്യങ്ങൾ, നന്മകൾ, അമലു സ്വാലിഹാത്ത് നിങ്ങളെ കയ്യിലുണ്ടോ? ആർക്കൊക്കെ സ്വർഗത്തിൽ പോകണോ? ഒന്ന് കൈ പൊക്കിക്കേ. എനിക്കെന്തായാലും പോകണം. ആർക്കൊക്കെ സ്വർഗത്തിൽ പോകണം? അത് ശരി, എല്ലാവർക്കും പോകണോ? എന്നാൽ കൈ എത്തിക്കോളൂ. എന്നാൽ ഈ ചോദ്യത്തിന് അത് ശരിയാണല്ലോ, സ്വർഗത്തിൽ പോകാനുള്ള വഴി അന്വേഷിച്ചുകൊണ്ടാണ് നമ്മൾ ഹൈസെക്കിന് വന്നത്, അല്ലേ? സിമ്പിൾ അല്ലേ? ദാറ്റ്സ് കറക്റ്റ്. റെഡി? എങ്കിൽ ചോദ്യം ഇതാണ്, ആ സ്വർഗത്തിൽ നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിന് പോകാനുള്ള സൽക്കർമ്മങ്ങൾ നിങ്ങളെ കയ്യിലുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഉണ്ടോ ഇല്ലേ? ഉണ്ടെങ്കിൽ എത്ര? ഇനി എത്ര ഉണ്ടാക്കണം, അല്ലേ? ഒരു കമ്പനി ഓടുന്ന സമയത്ത് എത്ര വേണടാ? 500, 350 ആയിട്ടുള്ളൂ. ഇനി എത്ര വേണം 500ലേക്ക്? 150 വേണം. കുറച്ചുകൂടി വേണ്ടേ? ശരി, ആൻസർ കിട്ടിയോ? നെക്സ്റ്റ്, നിങ്ങൾ ചെയ്ത ഒരു തെറ്റ് അത് നിങ്ങളെ ഇപ്പോൾ ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. യെസ് ഓർ നോ? ഉണ്ടോ? 1, 2, 3, 4 അല്ല, ഒരുപാട് തെറ്റുകൾ. ഒരുപക്ഷെ ആരും പറഞ്ഞു തരാനില്ലാത്ത സമയത്ത്, ആരും പഠിപ്പിച്ചു തരാനില്ലാത്ത ഒരു സാഹചര്യങ്ങൾ, അതല്ലെങ്കിൽ നമുക്കൊന്നും അറിയില്ല, ഈ ദീനി വിഷയങ്ങളൊന്നും പഠിപ്പിക്കാനോ പറഞ്ഞു തരാനോ ഒരാളില്ലാത്ത സമയത്ത് പറ്റിപ്പോയിട്ടുള്ള ചില തെറ്റുകൾ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതിങ്ങനെ നമ്മളെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഹാക്ക ഫി നഫ്സിക്, നിൻ്റെ മനസ്സിലൊരു ചൊറിച്ചിൽ, ഒരു അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഓക്കെ അല്ലേ? 3rd ക്വസ്റ്റ്യൻ, മൂന്നാമത്തത്. ഒന്ന് ഉച്ചത്തിൽ വായിച്ചേ. കഴിഞ്ഞ ഒരു മാസത്തെ നിങ്ങളുടെ ഉറക്കവും എഴുന്നേൽക്കലും
ഇസ്ലാമികമായി തൃപ്തിപ്പെടാൻ പറ്റുന്നതാണോ? ഉറങ്ങി എഴുന്നേറ്റു, ഉറങ്ങി എഴുന്നേറ്റു. ഉറങ്ങാൻ പോകുമ്പോൾ നമ്മുടെ കയ്യിലുള്ളത് എന്തായിരുന്നു? ശരി, ഉറങ്ങുന്നു, എഴുന്നേൽക്കുന്നു. പക്ഷേ നമ്മുടെ ഉറങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് നല്ല കാം ആൻഡ് ക്വയറ്റായി ദുആയൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ച് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് അതിനെല്ലാ സുന്നത്തുകളൊക്കെ ചെയ്തിട്ടാണോ നമ്മൾ ഉറങ്ങുന്നത്? എഴുന്നേൽക്കുമ്പോഴും അങ്ങനെയാണോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അത് തൃപ്തിയുള്ളതാണോ? റെഡി? അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. 4th one. നിങ്ങളുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരമാണോ ഉപദ്രവമാണോ ഉണ്ടായത്? ആലോചിച്ച് നോക്ക്. ഉമ്മ എന്നെ കൊണ്ട് ഒരുപാട് ഉപകാരം, അൽഹംദുലില്ലാ. ഉമ്മ ഇപ്പം എങ്ങനെ സന്തോഷിക്കുന്നുണ്ടാവും. ഉപ്പ, സിസ്റ്റർ അല്ലേ, ഏട്ടനും അനുജത്തിയും ഭയങ്കര മുടി പിടിച്ച് വലിച്ച് അങ്ങോട്ട് വലിച്ച് ഇങ്ങോട്ട് വലിച്ച് അല്ലേ, എന്തൊക്കെ പറഞ്ഞാൽ നമുക്കിടെ ഒരു സ്നേഹമില്ലേ, ഒരു ബോണ്ടിങ് ഇല്ലേ? എത്ര തന്നെ ഉമ്മ എന്നെ കാട്ടിയോ എന്നെ തല്ലി എന്ന് പറഞ്ഞാലും നമ്മൾ തമ്മിൽ എന്തുണ്ട്? ഒരു ആത്മബന്ധമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരമാണോ ഉപദ്രവമാണോ ഉണ്ടായിട്ടുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഈ ശരീരം, അതേപോലെ അള്ളാഹു നൽകിയിട്ടുള്ള കഴിവ്, ഓരോ അനുഗ്രഹം കൊണ്ട് അത് മറ്റുള്ളവർക്ക് എന്ത് പ്രയോജനമാണ് നമ്മളെ കൊണ്ട് ഉണ്ടായിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കാം. ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 4 കഴിഞ്ഞു. ഈ 4ാമത്തെ ചോദ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ. അതുകൊണ്ടാണ് സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. പിന്നീട് നിങ്ങളോട് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. എന്തിനെക്കുറിച്ച്? അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച്. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സുഹൃത്ത് ഇങ്ങനെ പള്ളിയിലിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, രാത്രി 1 മണിയാവുന്ന സമയത്ത് അദ്ദേഹം തിരിച്ചു വരുമ്പോൾ യാദൃശ്ചികമായിട്ടൊരു സ്ത്രീ ഒരു 12:30 1 മണിയാവുന്ന സമയത്ത് എന്ത് ചെയ്തു? ഓട്ടോക്ക് കൈ കാണിച്ചു. അപ്പോൾ വീട്ടിലേക്ക് ഇനി ഏകദേശം ക്ഷീണിച്ച് മടുത്തിട്ടുണ്ട്, വീട്ടിലേക്ക് എങ്ങനെയെങ്കിലും എത്തണം. അപ്പോൾ ഏതായാലും വണ്ടി നിർത്തണോ വേണ്ടേ എന്നുള്ള സംശയത്തോടു കൂടി ഏതായിരുന്നാലും ബ്രേക്ക് ചവിട്ടി. എന്താണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഭർത്താവിന് സുഖമില്ല, ഒരു അമുസ്ലിം ഫാമിലിയാണ്, ഭർത്താവിന് സുഖമില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, വണ്ടി ആരും നിർത്തുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഏതായിരുന്നാലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഭർത്താവിന് ഓട്ടോറിക്ഷ കയറ്റി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഈ സ്ത്രീയുടെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടർ വേഗം മരുന്ന് വാങ്ങിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അല്പം സീരിയസ് ആണ്. മരുന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നു. ഇദ്ദേഹം തന്നെ, നമ്മുടെ ഒരു ഇസ്ലാഹി പ്രവർത്തകൻ, ഇദ്ദേഹം മരുന്ന് വാങ്ങിച്ചു, ഇദ്ദേഹത്തിൻ്റെ പണം തന്നെ കൊടുത്തു. അതോടൊപ്പം തന്നെ എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു. പുലർച്ചെ 6 മണിയായ സമയത്ത് എൻ്റെ ഈ സുഹൃത്ത്, നമ്മുടെ ഇസ്ലാഹി പ്രവർത്തകൻ പറഞ്ഞു, ഇനി ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോകട്ടെ എന്ന് പറയുന്ന സമയത്ത് ആ സ്ത്രീ തിരിച്ചു നൽകിയിട്ടുള്ള മറുപടി, നിങ്ങളോട് വലിയ നന്ദിയുണ്ട് കേട്ടോ, പല വാഹനങ്ങളും നിർത്താതെ പോയി, ഒരു പക്ഷേ രാത്രിയിൽ കൈ കാണിച്ചതുകൊണ്ടായിരിക്കാം, പക്ഷെ പല വാഹനം നിർത്താതെ പോയിട്ടും നിങ്ങൾ നിർത്തിയല്ലോ, നിങ്ങളൊരു മുസ്ലിമാണല്ലേ എന്ന് ചോദിച്ചു. എന്താണ്? നിങ്ങളൊരു മുസ്ലിമാണല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഇദ്ദേഹം പറഞ്ഞു, അതെ എൻ്റെ പേര് ഇതാണെന്ന് പറഞ്ഞു. ഞാൻ പേര് പറയുന്നില്ല, ഇതാണ് എൻ്റെ പേര്. ഏതായിരുന്നാലും നിങ്ങളെപ്പോലുള്ള ആളുകൾക്കാണ് വലിയ മനസ്സുള്ളതെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ സുഹൃത്ത് പറയാണ്, ഞാനെങ്ങാനും ആ വാഹനം നിർത്തിയിട്ടില്ലെങ്കിൽ ആ നന്മ ചെയ്യാനുള്ള അവസരം എനിക്ക് നഷ്ടപ്പെടുമായിരുന്നു. 1. 2, പടച്ചവൻ ഒരു മുസ്ലിം എന്ന നിലക്ക് അള്ളാഹു നൽകിയിട്ടുള്ള എൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റിയല്ലോ, അതിന് അൽഹംദുലില്ലാ, അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അവൻ പറയുന്നത്, ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ പടച്ചവനെ എന്നെ നിങ്ങൾ വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ മരിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, ഖുത്ബയുടെ ആമുഖത്തിൽ ആ പറയുന്ന ഹംദും സ്വലാത്തും കഴിഞ്ഞ അവസാന സമയത്ത് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്ന്. എല്ലാവരും ഒന്ന് കണ്ണുകളടച്ച് പ്ലീസ് ക്ലോസ് യുവർ ഐസ്. ഒന്ന് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനൊന്ന് സ്തുതിക്കുന്ന സമയത്ത് നമ്മുടെ മെമ്മറിയിലേക്ക് വരേണ്ടത് അള്ളാഹു ഇപ്പോൾ എനിക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകൾ, എൻ്റെ ശരീരം, എൻ്റെ കുടുംബം, എൻ്റെ സൗകര്യങ്ങൾ, ഇങ്ങനെ ഓരോന്നും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. അൽഹംദുലില്ലാ, ഓരോന്നിനും അൽഹംദുലില്ലാ 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 എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പറയാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ശരി, 5ാമത്തെ ചോദ്യം. നിങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ വ്യക്തി, കുടുംബം, സമൂഹത്തിന് എന്ത് ഉപകാരമാണ് ഉണ്ടായിട്ട്? നമ്മൾ ചോദിച്ചാണോ? ശരി, 6ാമത്തത്. അള്ളാഹു ഇഷ്ടമുള്ള ബന്ധങ്ങളാണ് അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ബന്ധങ്ങളാണോ ഇപ്പോൾ നമുക്കുള്ളത്? അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ബന്ധങ്ങളാണോ അതല്ല
അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ബന്ധങ്ങളാണോ ഇപ്പോൾ നമുക്കുള്ളത്? നമ്മുടെ മൊബൈൽ ഫോണിൽ, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്, നമ്മൾ സൗഹൃദമുള്ള നമ്മുടെ ഗ്യാങ്ങുകൾ, വാട്സപ്പ് ഗ്രൂപ്പുകൾ, ഇൻസ്റ്റാഗ്രാമിലുള്ള നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്, ഫ്രണ്ട്സ് എക്സെട്ര. ശരി, ഇതൊന്ന് വായിച്ച് ശബ്ദത്തിൽ. എന്താ ഓട്ടേ? എന്താണ്? ടോട്ടോ എവിടെ എത്തുന്നില്ല. ആകെ ഒരു സെൻറ്റൻസേ ഉള്ളൂ അല്ലേ? എവിടെ എത്തുന്നില്ല. ഈ ചിത്രം ഒരു സിമ്പിളാണ്, ഒന്നുമില്ല. നമ്മളിങ്ങനെയാണ് പലപ്പോഴും, എവിടെ എത്തൂല്ല. ഉണ്ടോയെന്ന് ചോദിച്ചാൽ ടൊയോട്ട എന്നാണ് സംഭവം അല്ലേ? ഒരു സകല ഗുലാബിയാണ്. ഏതുപോലെ പണ്ട് ഒരു കാർട്ടൂണുണ്ട്, എന്താണെന്നറിയോ? കുറച്ചിങ്ങനെ ഖുർആൻ ഓതും, ഖുർആൻ ഓതിയിട്ട് പിന്നെ ഒരു താല്പര്യം, ഒന്ന് കള്ളുടിച്ചാലോ, പിന്നെ കള്ളുടിക്കും, മദ്യപിക്കും, കള്ളുടിച്ചതിന് ശേഷം പിന്നെയും കുറച്ച് ഖുർആൻ ഓതും. ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലാവണ്ട, മെയിൻറ്റെയിൻ ചെയ്യുക. ഇത് അങ്ങനെയാണെന്നല്ല, ഇതുപോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതം. നമ്മൾ കുറേ എന്ത് ചെയ്യും, ഇത് ഹറാമുകളൊക്കെ ചെയ്യും, എന്നിട്ട് കുറേ എന്ത് ചെയ്യും, നിസ്കരിക്കും, കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും, പിന്നെയും നേരെ തിരിച്ചെന്ത് ചെയ്യും, ഒക്കെ അറിയാം, എന്നാലും പിന്നെ അതേ തിന്മയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശരി, ഇതൊന്ന് എൻ്റെ അടിക്കുറിപ്പൊന്ന് വായിച്ചേ. എല്ലാം ഒപ്പിച്ച് വെക്കുന്നിട്ട് അവസാനം മാനഭംഗം വീഴണം എന്നൊക്കെ പറയുകയും ചെയ്യും അവസാനം അല്ലേ? ഇതാണ് സംഭവിക്കുക. ഓക്കെ, എന്താ ഇരുന്നടി, എന്താ കമ്പനി അല്ലേ? അപ്പം വെള്ളം കുടിക്കുകയല്ലേ? വെള്ളം കുടിക്കായിരിക്കും അല്ലേ? ശരി, ഓക്കെ. ഇനി കണ്ടില്ല എന്ന് ആരും പറയണ്ട. ബാക്കിലേക്ക് സാർ, കണ്ടില്ല എന്ന് ആരും പറയണ്ട. ആരാണത്? മനസ്സിലാവുണ്ടോ? ഇനി മൂപ്പരാളെ കണ്ടില്ല എന്ന് പറയണ്ട. ആരാണ്? ഇബ്ലീസ്. ആരാണ്? ഇബ്ലീസ്. ഒരു വെറൈറ്റി, എന്തെങ്കിലുമൊക്കെ വെറൈറ്റി വേണ്ടേ? ആളുകളെന്ന് എന്താ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഡാഷ് ആയാലേ ആളുകൾ ഒന്ന് ശ്രദ്ധിക്കൂ. എന്താണ് ഡാഷ് ആയാൽ? എന്താ ഡാഷ്? ഓവർ ആയാലേ ആളുകളൊന്ന് ശ്രദ്ധിക്കുകയുള്ളൂ അല്ലേ? കുറച്ചൊന്ന് ഓവറായതാണ്, അതാണ് ഇബ്ലീസ്. നെക്സ്റ്റ്, ഓക്കെ, അടുത്ത്. കേട്ടോ, പണ്ടത്തെ ഒരു ആൺകുട്ടികൾക്കൊക്കെ ഒരു പൗരുഷം ഉണ്ടായിരുന്നു. ഇപ്പം നോക്ക്, ശരീരത്തിൽ സിംഹത്തിൻ്റെയും ജന്തുക്കളുടെ ഒക്കെ ടാറ്റു ഇട്ട് അടിച്ചിട്ട് ഇപ്പോൾ അവസാനം നോക്ക് നിലവിളിക്കണം. നോക്ക്, ആ മുടിയൊക്കെ ബാക്കിലേക്ക് കെട്ടിയിട്ട് ആണാണോ പെണ്ണാണോ ഇനി രണ്ടും അല്ലാത്ത വേറെ അന്യഗ്രഹ ജീവിയാണോ ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതിൻ്റെ ഒരു ഇസ്ലാമിക ഹുക്കും എന്താ? പലപ്പോഴും ചില കുട്ടികളൊക്കെ ഇങ്ങനെ, പണ്ട് ഒരുത്തനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവൻ്റെ മസിൽ ഇങ്ങനെ കാണിക്കും, മസിലിൻ്റെ അപ്പുറത്തുണ്ട് ഒരു ചിത്രം അല്ലേ? പണ്ടൊക്കെ നമ്മളെ ചെറുപ്പത്തിൽ ഓർമ്മയുണ്ട്, ഏറി വന്നൊരു ബബിൾക്കത്തിൻ്റെ കൂടെ എന്ത് കിട്ടും? ഒരു സ്റ്റിക്കർ കിട്ടും. ആ സ്റ്റിക്കർ ഒട്ടിക്കും. അതിൻ്റെ പേരിൽ ഉമ്മനെ കൊണ്ടൊക്കെ എത്ര തല്ല് കിട്ടും എന്നറിയും. ഉമ്മ വന്നിട്ട് തല്ലുന്ന ചില മെമ്മറികളൊക്കെ നമ്മുടെ ചെറുപ്പത്തിലുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക നിങ്ങൾ. പച്ചകുത്ത ഇസ്ലാമിക വിധി എന്ന് പറയുന്നത് ഇതാണ്, ഹുക്കുമുൽ വഷ്മ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലഅന അല്ലാഹു അൽ വാഷിമാത് വൽ മുതശിമാത് വൽ മുതനമ്മിസാത് വൽ മുതഫല്ലിജാത് ലിൽ ഹുസ്നിൽ മുഗയ്യിറാതി ഖൽഖുല്ലാ. എന്താ? അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ മാറ്റം വരുത്തുക, അതേപോലെ മുഖത്തുനിന്ന് നമ്മൾ പുരികം പ്ലക്ക് ചെയ്തുകൊണ്ടിരിക്കുക, കൂടാതെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള പച്ച കുത്തിക്കൊണ്ടിരിക്കുക, അവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ, ക്യാമ്പസിൽ, ഗ്യാങ്ങുകളിൽ, ഒരു പക്ഷേ റീലിൽ കാണുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട്, ആ വ്യക്തി അത് ചെയ്തതുകൊണ്ട് ഞാനും അത് ചെയ്യുന്നു. മെസ്സിനെ ഇഷ്ടമാണ്, മെസ്സിൻ്റെ ചിത്രം പിന്നിൽ. റൊണാൾഡോ ഇഷ്ടമാണ്, റൊണാൾഡോൻ്റെ ചിത്രം കൈകളിൽ. പച്ച കുത്തുന്നത് അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്നാണ് ഇസ്ലാമിൽ പഠിപ്പിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിവാക്കണം. ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ക്ലാസ് റൂമിലുണ്ടെങ്കിൽ സുഖം. പിന്നെ പെന്നും പെൻസിലൊക്കെ കളയാതെ അവിടെ അങ്ങനെ പിൻ ചെയ്ത് വെക്കാം, സുഖമാണ് കേട്ടോ. ശരി, 1980 കണ്ടോളൂ കേട്ടോ, 1980കളാണ്. ശരി, ഏകദേശം വർഷങ്ങൾ കഴിഞ്ഞു. പിന്നെ കുറച്ചുകൂടി ഒന്ന് റോക്കായി. ഓക്കെ, 2000 പടച്ചോനെ, ഒന്ന് താങ്ങേണ്ടി വരുമോ? താങ്ങേണ്ടി വരും അല്ലേ? 2030 വരാനുള്ള ലോകം. യാ ഇലാഹി, ബാക്കിൽ വരും, പതുക്കെ വരും. പടച്ചോനെ അല്ലേ, ഏകദേശം ഇപ്പം നടപ്പിലാവണ്ട. വേണ്ട, അവിടെ കിടക്കണ്ട. ഇത് നമ്മുടെ വീട്ടിൽ കയറിയതാണ് അവസ്ഥ. വീട്ടിൽ കയറി കഴിഞ്ഞാൽ സ്കൂളിലൊക്കെ വന്നാൽ ആ വാതിൽ അങ്ങോട്ട് തുറന്നുണ്ടല്ലോ, പിന്നെ ഒരു ഊരല, ഷർട്ട് ഫാൻമേൽ, പാൻ്റ് അപ്പുറത്ത്, മറ്റേത് അടുക്കളയിൽ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചോദിക്കും, ഉമ്മ അതെവിടെ? നീ അല്ലേ വലിച്ചെറിഞ്ഞത്? അപ്പുറത്തെ അയൽപ്പക്കത്തായിരിക്കും പിന്നെ ബാക്കിയുള്ളതൊക്കെ കിടക്കുക. ശരി, നമ്മൾ സ്ലൈഡിലേക്ക് വരട്ടെ. പറഞ്ഞു വരുന്നത്, ട്രെൻഡുകളുടെ ലോകത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
ഈ ട്രെൻഡുകളുടെ പിന്നാലെ അന്ധമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യഥാർത്ഥ നമ്മുടെ റിയൽ ലൈഫിന് പലപ്പോഴും മറന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞാലും നമ്മളിതൊക്കെ ഇങ്ങനെ നേരത്തെ ആ വീഡിയോ കാണിച്ചു, ഇത് കാണിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ നെഗറ്റീവ് എനർജിയാണ്. ഇതൊക്കെയാണോ കുട്ടികൾ? അല്ല, നല്ല കുട്ടികളുണ്ട്, ഒരുപാട് നന്മകൾ ചെയ്യുന്ന ആളുകളുണ്ട്. ഒന്ന് നോക്കിക്കേ, നന്മ പറ്റാത്ത യുവാക്കൾ, വീട് വിട്ടിറങ്ങിയിട്ടുള്ള പെൺകുട്ടിയെ സുരക്ഷിതമായ പിന്നെ മാതാപിതാക്കളുടെ അടുത്ത് എത്തിച്ചിട്ടുള്ള യുവാക്കൾ. രാത്രിയിൽ ഒരു പെൺകുട്ടിയെ അവിടെ ഇവിടെ ഇങ്ങനെ കണ്ടു. അപ്പോൾ വീട്ടിൽ പോകാനുള്ള വഴിയൊന്നുമില്ല. പെൺകുട്ടിയോട് ചോദിച്ചു, നിങ്ങളെന്താ എവിടുന്നാണ് വരുന്നത്, നിങ്ങളെന്താ അസമയത്ത് ഇവിടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ കുട്ടി ഇറങ്ങിപ്പോയി പറ്റിപ്പോയതാണ്. ഏതായിരുന്നാലും അവസാനം ഈ 2 യുവാക്കൾ എന്ത് ചെയ്തു? കൃത്യമായി വീട്ടിൽ കൊണ്ടുപോയി ആക്കി. ഇതിനാണ് ആണത്തെന്ന് പറയാം. അഗ്രി അല്ലേ? ഇതാണ് യഥാർത്ഥ ഒരു ആൺകുട്ടി എന്ന് പറയുന്നത്. സുരക്ഷിതമായിട്ട് ആ സ്ഥലത്ത് കൊണ്ടുപോയി ആക്കി കൊടുത്ത്. അപ്പോൾ ഒരുപാട് നന്മ ചെയ്യുന്ന മക്കളുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ആ നന്മ ചെയ്യുന്ന മക്കളോടൊപ്പം നമുക്ക് ആയി മാറാൻ സാധിക്കേണ്ടതുണ്ട്. ശരി, ഇതേ സമയത്ത് ഒരുപാട് പിന്നെ നമ്മുടെ നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് സിറ്റുവേഷൻ കാണാൻ സാധിക്കും. ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഫലസ്തീനിൽ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ ദുരിതങ്ങളാണ്. ഒന്ന് നോക്കിയൊക്കെ, പട്ടാളങ്ങൾ പിടിച്ചു കൊണ്ടുപോവുകയാണ്. തോക്കും ഇതൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നല്ല ശക്തിയോടുകൂടി പട്ടത്തെ ആ ഒരു ആയുധമാണ്, അതുമായിട്ട് നിൽക്കുകയാണ്. നെക്സ്റ്റ് പ്രതിഷേധിക്കുകയാണ് അവർ. മരണപ്പെട്ടു പോയിട്ടുള്ള തങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് അവർ പ്രതിഷേധിക്കുകയാണ്. കുട്ടികൾ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ, ഞാനത് കുട്ടികളുടെ ചിത്രം മാത്രമേ ഉള്ളൂ, നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ചിത്രങ്ങളും വീഡിയോകളും കാണാൻ പറ്റും. നമ്മൾക്ക് ഒരു പ്രശ്നമില്ല, ഇവിടെ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്ന സമയത്ത് എപ്പോഴാണ് മരണം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളൊരു പക്ഷേ വായിച്ചിട്ടുണ്ടാവും, ചെറിയൊരു കുട്ടി, ആ കുട്ടി ഇത്ര ഭാഗം എൻ്റെ സഹോദരിക്ക്, ഇത്ര ഭാഗം എൻ്റെ കൂട്ടുകാരിക്ക്, ഇത്ര ഭാഗം എൻ്റെ ചെരുപ്പ് എന്നൊക്കെ എഴുതി വെച്ചത് ഓർമ്മ ഉണ്ടോ? അല്ലേ? ഞാൻ ആലോചിച്ചത് എന്താണെന്നറിയോ? ഞാൻ ആലോചിച്ച ഒറ്റ കാര്യമാണ്, അതൊക്കെ ഓക്കെ, അതൊക്കെ കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടല്ലോ, ഷെയറിങ് മെൻറ്റാലിറ്റി, ഓക്കെ. ഞാൻ ആലോചിച്ചതല്ല, ആ പ്രായത്തിലുള്ള കുട്ടിക്ക് അങ്ങനെ ഒരു പക്വത, ആ യാഥാർത്ഥ്യ ബോധം എവിടുന്ന് കിട്ടി? നമ്മളും ഡാഷ് പോലെ വലുതായി. ഏതുപോലെ? ഞാൻ പോത്തെന്ന് പറഞ്ഞില്ലല്ലോ, പിന്നെ എന്താ നിങ്ങൾ പറഞ്ഞേ? അപ്പോൾ നിങ്ങൾ കേൾക്കാറുണ്ടോ? പോത്ത് പോലെ വളർന്നിട്ടും അല്ലേ? ഇനി നമ്മൾ ഏതെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്ന ചോദ്യം, പോത്ത് പോലെ വലുപ്പം വെച്ചിട്ട് ഇപ്പോഴും നിനക്കൊരു പക്വത ഇല്ലേ എന്ന് ചോദിക്കും. വളരെ വലുതായിട്ട് പോലും ചിന്തിക്കാതെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പറ്റം യുവസമൂഹങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോഴും വേദനകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹത്തെ നമ്മൾ മറക്കാതിരിക്കാം. ഓക്കെ, മറ്റൊരു ചിത്രമാണ്. ശരി, 2-ാമത്തെ ആയത്ത് ഒന്ന് ഓദിക്കേ. യാ അയ്യുഹല്ലദീന ആമനു ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും. നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. വയുസബ്ബിത് അഖദാമക്കും, നിങ്ങളുടെ പാർശ്വങ്ങളെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യും. നിങ്ങൾ അള്ളാഹിനെ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? ബിദ്ദിക്കരി, അള്ളാഹിനെ സ്മരിച്ചുകൊണ്ട്. നിങ്ങൾ ഇരിക്കുന്ന സദസ്സുണ്ടല്ലോ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സദസ്സാണ്. ഇങ്ങനെയൊക്കെയാണ് അള്ളാഹുവിനെ സഹായിക്കേണ്ടത്. നമ്മുടെ ഇബാദത്തുകൾ, സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഈ രീതിയിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലെത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ശരി, പ്രവാചകനില്ലാത്തൊരു മദീന എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നാട് വിടാണ്. 2 അഭിപ്രായമുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അല്ലെങ്കിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനെ കാണുകയാണ്. ബൈത്തുൽ മുഖദ്ദസ് സന്ദർശിക്കാൻ വേണ്ടി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ഈജിപ്ത് ഫലസ്തീനിലെത്തിയ സമയത്ത് ആ ഫലസ്തീനിൽ വെച്ചിട്ട് ഉമർ ബിൻ ഖത്താബ് അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുന്നു, പ്രവാചകന്റെ സാന്നിധ്യം ഓർക്കാൻ വേണ്ടി ബിലാലെ നീ ഒന്ന് ബാങ്ക് വിളിക്കണം ബിലാലെ എന്ന്. ബിലാൽ റളിയല്ലാഹു എനിക്ക് അതിന് സാധിക്കൂല, അള്ളാഹിന്റെ റസൂൽ ഇല്ലാത്ത മദീനയിലേക്ക് ഞാൻ വരുന്നില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ബാങ്ക് വിളിക്കാൻ എനിക്ക് പറ്റുന്നില്ല അദ്ദേഹം പറയാണ്. അതിന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ നിർബന്ധപ്രകാരം അദ്ദേഹം ബാങ്ക് വിളിക്കുന്നുണ്ട്. ആ ബാങ്ക് വിളിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ബാങ്ക് വിളിക്കുന്നത്. പ്രിയപ്പെട്ട കുട്ടികൾ, ഈ പറയുന്ന റിയൽ അനുഭവങ്ങൾ, ജീവിത യാഥാർത്ഥ്യങ്ങൾ വിസ്മരിച്ചുകൊണ്ട് നമ്മൾ എത്ര ഡിജിറ്റൽ വേൾഡിൽ മെറ്റീരിയൽ റിലേഷനോടുകൂടി, ബന്ധങ്ങളോടുകൂടി ജീവിച്ചാൽ ആ ജീവിതം അർത്ഥപൂർണ്ണമാകൂല. നമ്മളത് തിരിച്ചറിയാം. അതുകൊണ്ട് ഒരു യാഥാർത്ഥ്യ ലോകത്തേക്ക് തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെയാണെങ്കിൽ അള്ളാഹുമായിട്ട് ഒരു കുറഞ്ഞ സമയം, ദിവസത്തിൽ കുറച്ച് സമയം അള്ളാഹുമായിട്ട് നിങ്ങൾ ഒറ്റക്ക് എൻ്റെ റബ്ബുമായിട്ട് സംസാരിക്കാൻ, സംവദിക്കാൻ സമയം കണ്ടെത്തുക. എൻ്റെ പടച്ചവനുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ട്, ആ ബന്ധം ഞാൻ ഉണ്ടാക്കിയെടുക്കണം. അതിന് എൻ്റെ രാത്രിയിലെ നമസ്കാരങ്ങൾ, എൻ്റെ പ്രാർത്ഥനകൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ലാസ്റ്റ് നമ്മൾ വാട്സപ്പിൽ എപ്പോഴാണെന്ന് എനിക്ക് 1 മിനിറ്റ് മുമ്പ് നമ്മൾ വാട്സപ്പിൽ കണ്ടു, ക്ലോസ് ചെയ്ത് വെച്ചു. 1 മിനിറ്റ് എഗോ
എന്നാൽ എത്ര ദിവസങ്ങളായി, എത്ര മണിക്കൂറുകളായി, മാസങ്ങളായി വിശുദ്ധ ഖുർആൻ നമ്മളൊന്ന് ഓതിയിട്ട്. ആരും കാണാത്ത സമയത്ത് രാത്രിയിൽ തഹജ്ജുദ്, സുബ്ഹി നമസ്കാരങ്ങൾ, അങ്ങനെ പ്രത്യേകമായിട്ടുള്ളൊരു ഇബാദത്തോട് കൂടിയിട്ട് നല്ല കുട്ടികളായിട്ട് ഒരു സംതിങ് സ്പെഷ്യൽ ആയിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. സാർ അവസാനിപ്പിക്കാൻ വേണ്ടി പോവാണ്. നോക്ക്, നിങ്ങൾ ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. അങ്ങനെ ദീനനുസരിച്ച് ജീവിക്കുമ്പോൾ ക്യാമ്പസിൽ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ശരി, ഓക്കെ. നമുക്ക് ചെറിയ ചിത്രങ്ങൾ, ആദ്യം കാണുന്ന ചിത്രങ്ങളും തൊട്ട് താഴെ കാണുന്ന കുറച്ച് ചിത്രങ്ങൾ നമുക്ക് കാണാം. ഒരു കാലം കഴിഞ്ഞാൽ 3 ദിവസം, 3-ാമത് ദിവസം നമ്മുടെ കൈകളിലെ നഖം കൊഴിഞ്ഞു വീഴുന്നു. ഇപ്പോൾ കൈകൾക്ക് എന്താ പ്രശ്നമുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ഒരു കാലം വരാനുണ്ട് നമ്മുടെ നഖങ്ങൾ കൊഴിഞ്ഞു വീഴുന്നു. 4-ാം ദിവസം തലമുടി ദ്രവിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ട്. ഷാമ്പു, വിപണിയിലിറങ്ങുന്ന ഓരോ മരുന്നുകൾ വാങ്ങിച്ച് നല്ല പ്രിസർവ് ചെയ്യുന്ന നമ്മുടെ തലമുടി, അത് അഴുകി 5-ാം ദിവസം തലച്ചോറ് അഴുകി ഒലിക്കുന്ന സന്ദർഭങ്ങൾ. 6-ാം ദിവസം വയറും കുടൽമാലയും പുഴുക്കൾക്ക് ഭക്ഷണമാകുന്നു. 60 ദിവസം കഴിഞ്ഞാൽ വെറും അസ്ഥിക്കുടം. നമ്മൾ പിന്നെ ഖബറിലുണ്ട്, പക്ഷെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒന്നുമല്ല. ഇപ്പോൾ ഇരിക്കുന്ന നമ്മളല്ല പിന്നീട് നമ്മളായിത്തീരുന്നത്. ഒരു 20 മിനിറ്റ് നേരം ഖബറിൽ കിടന്ന സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ് ജീവിതത്തിൽ. നമ്മൾ 1000 തവണ, ഒരുപാട് തവണ പ്രഭാഷണങ്ങൾ കേൾക്കുന്നു, വിശുദ്ധ ഖുർആൻ വായിക്കുന്നു, ഒരുപാട് പരിപാടികൾ പങ്കെടുക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നു. എന്ത് മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്? കുറച്ചൊക്കെ സമയങ്ങൾ മാറ്റി വെച്ചിട്ട് ഒരു യഥാർത്ഥ ലോകത്തേക്ക് മാറി വരാനുള്ള മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിന് ഹൈസക്ക് ഇതൊരു വലിയ സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സാറ് അവസാനിപ്പിക്കുകയാണ്. ഇത്രയും നേരം കേട്ടിരുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക്, കുട്ടികൾക്ക് എല്ലാവിധ നന്ദിയും. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്പം സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞയച്ച നമ്മുടെ രക്ഷിതാക്കൾ, സംഘാടകർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ മറക്കരുത്. അള്ളാഹു അവർക്ക് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.